പൊന്നൂനും കൂട്ടുകാർക്കും കലയുടെ പുതിയ മടിത്തട്ടിലേക്ക് കാൽ വയ്ക്കുന്ന മനോഹരമായൊരു ദിവസമായിരുന്നു ഇന്ന്. നോർവിച്ചുകാരായ അനീഷും ജാസ്മിനും കൂടെ സ്റ്റാർട്ട് ചെയ്ത പ്രണവ് സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഗുരു മായാറാണി ടീച്ചർ, പ്രണവ് സ്കൂൾ ഓഫ് ഡാൻസ് നോർവിച്ചിന്റെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായ ജാസ്മിൻ അനീഷ്, നോർവിച്ച് മലയാളി അസോസിയേഷന്റെ മുൻകാല പ്രസിഡന്റും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവനായ ബിജു ഓഗസ്റ്റിൻ എന്നിവരെ വളരെ സന്തോഷത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയോടുകൂടി അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കൂടിയായ അശ്വിനി കിരണിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ആദരണീയനായ എൻ്റെ ഗുരു ശ്രീമതി മായാറാണി ടീച്ചർ, നാമിൻ്റെ എക്സ് പ്രസിഡന്റ്, നമ്മുടെ എല്ലാം സ്വന്തം ചേട്ടൻ, എൻ്റെ കലാസ്നേഹികളായ കൂട്ടുകാരെ, പ്രിയ രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് എൻ്റെ ജീവിതത്തിലെ അത്യന്തം സന്തോഷകരവും അഭിമാനകരവുമായ ഒരു ദിനമാണ്. നൃത്തം എന്നത് കേവലം ശരീരത്തിന്റെ ഒരു ചലനം മാത്രമല്ല, അത് മനസ്സിന്റെ ശബ്ദവും ആത്മാവിന്റെ ഭാഷയുമാണ്. ഓരോ ചുവടുകൾക്കും ഓരോ താളങ്ങളുണ്ട്, ഓരോ താളങ്ങൾക്കും ഓരോ അർത്ഥവും ഉണ്ട്, ഓരോ അർത്ഥങ്ങൾക്കും ഒരു കഥ പറയുവാനുണ്ട്. അതെ, അനന്തരമായ നടനം, നൃത്തത്തെ പറ്റിയുള്ള അനന്തമായ ഒരു യാത്രയാണിത്. ഇന്ത്യൻ സംസ്കാരത്തിൽ ഗുരുവിന് വളരെ പ്രാധാന്യമുണ്ട്, ഒരു പക്ഷേ ദൈവത്തിനേക്കാൾ മുകളിൽ. കാരണം ഗുരുവാണ് നമുക്ക് ദൈവത്തെ കാണിച്ചു തരുന്നത്. എൻ്റെ 4 വയസ്സ് മുതൽ എൻ്റെ ഗുരുവായ മായാറാണി ടീച്ചർ നൃത്ത വിദ്യാലയത്തിൽ ഞങ്ങൾ ചിട്ടയോടും സമർപ്പണത്തോടും കൂടി നൃത്തം അഭ്യസിച്ച ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു നൃത്ത വിദ്യാലയം ആരംഭിക്കുമ്പോൾ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ടീച്ചറിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നോളജിലേക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പർപ്പസിനായിട്ട് മാത്രം വന്നതാണ്. അപ്പം നമ്മുടെ ഒരു സ്നേഹം നല്ലൊരു കൈയുടെ രൂപത്തിൽ ടീച്ചർ കൊടുക്കുക. ടീച്ചറിൻ്റെ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി നടന്ന വേദിയോടുകൂടി സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന മിസ്റ്റർ ബിജു, എൻ്റെ കുട്ടി ജാസ്മിൻ, രക്ഷകർത്താക്കൾ, പ്രിയ രക്ഷകർത്താക്കൾ, അതിലേറെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ കൗതുകം നിറഞ്ഞ കണ്ണുകളുള്ള കുറേ കുട്ടികൾ. ഒരു കല എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ വരദാനമാണ്.
അതുകൊണ്ട് തന്നെ കല കൈകാര്യം ചെയ്യുന്നവരെല്ലാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നൃത്തമാവട്ടെ, സംഗീതമാവട്ടെ, അല്ലെങ്കിൽ ചിത്രരചനയാവട്ടെ, എന്തും നമ്മൾ സ്വായത്തമാക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുന്നു എന്നാണ് എൻ്റെ അനുഭവം. നൃത്തം എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് താങ്കളെ സംബന്ധിച്ച് നൃത്തം എന്നത്? എന്നെ സംബന്ധിച്ച് നൃത്തം എന്നത് എൻ്റെ സന്തോഷത്തിലും എൻ്റെ സങ്കടത്തിലും ഒരിക്കലും കൈവിടാത്ത ഒന്നാണ്. എൻ്റെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ ഒരു കാലഘട്ടത്തിൽ ഞാനിതെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചൊരിക്കലും പുറത്തേക്ക് പോലും ഇറങ്ങില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 2020 കോവിഡല്ല, കാരണം കോവിഡും ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഗുരു എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ പറയും സ്കൂളിലെ കളരി എന്നാണ് പറയുക, ഡാൻസ് ക്ലാസ്സിനെ കളരിയിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഡാൻസ് ചെയ്തേ പറ്റൂ, നൃത്തമാണ് ഇനിയുള്ള പാർട്ണർ. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത് നൃത്തം എന്നൊന്നില്ലായിരുന്നെങ്കിൽ. കാരണം ഞാനൊരു സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, അതോടൊപ്പം നൃത്തം. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നൃത്തം എന്നത് എന്നിലില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഒരുപക്ഷെ UK പോലും വരാനുള്ള ഒരു അവസ്ഥയിലെത്തുമായിരുന്നു. അതാണ് എന്നെ സംബന്ധിച്ച് നൃത്തം എന്ന് പറയുന്നത്. നൃത്തം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നർത്തകിയുടെ ശരീരം എന്ന് പറയുന്നത് ദൈവം കുടികൊള്ളുന്ന ആലയമാണ്. ദൈവത്തെ അന്വേഷിച്ച് വേറെ ഒന്നും പോകണ്ട, നല്ലൊരു ക്ലാസിക്കൽ ചെയ്യുന്ന കുട്ടിയുടെ ശരീരം തന്നെ ദൈവം കുടികൊള്ളുന്ന ആലയമാണ്, ടെമ്പിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഒരു നർത്തകി എപ്പോഴും ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണമെന്ന്. ഞാൻ എൻ്റെ കൊച്ചുകുട്ടികളോട് പറയുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, പക്ഷേ ശരീരം ശുദ്ധമാക്കാൻ നമുക്ക് നല്ല സോപ്പിട്ട് കുളിച്ചാൽ മതി, പക്ഷെ മനസ്സെങ്ങനെ ശുദ്ധമാക്കും? അപ്പൊ ഞാൻ പറയാറുണ്ട്, നൃത്തത്തിന്റെ ദേവനായ നടരാജന്റെ പോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കാൽ ഉയർത്തിയാണ് നിൽക്കുന്നത്, ഒരു കാല് ഒരു രാക്ഷസനെ ചവിട്ടിയിരിക്കുകയാണ്. ഇതെന്താണ് പ്രതീകം എന്ന് വെച്ചാൽ ഈ കാല് ചവിട്ടിക്കുന്നത് സ്വന്തം ഈഗോ ആണ്. നമ്മളിലെ ഈഗോ വിട്ടാൽ മാത്രമേ നമുക്ക് ഉയരാനായിട്ട് സാധിക്കൂ. അത് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നൃത്തം നമുക്ക് എന്നും ഒരു ജീവവായു പോലെയാണ്. ഇന്ന് ഞാൻ പറയുന്നത് ഈ കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷെ കുറെ കഴിയുമ്പോൾ അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് മടുത്തു തുടങ്ങുമ്പോൾ ഇത് അവരിലേക്ക് തിരിച്ചു വരും. രക്ഷകർത്താക്കളുണ്ട്, നമ്മളെല്ലാവരും നൃത്തം പഠിക്കാൻ പലപ്പോഴും എൻ്റെ ക്ലാസ്സിൽ ഇന്ന് എനിക്ക് വേറൊരു അത്ഭുതം കൂടി ഉണ്ടായി. കാരണം ഇതെൻ്റെ ക്ലാസ്സിൻ്റെ യൂണിഫോമാണ്, എന്ന് വെച്ചാൽ അങ്കമാലി സ്കൂളിൻ്റെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത യൂണിഫോം. അപ്പോൾ പെട്ടെന്ന് 2 കുട്ടികൾ ഇതിനെ ഓടി നടന്നപ്പോൾ ഞാൻ അറിയാതെ അവരോട് മിണ്ടാതിരിക്കും ഇവിടെ വന്നിരിക്കുന്നു പറയാൻ ശ്രമിച്ചു. കാരണം പെട്ടെന്ന് ഞാൻ കരുതിയത് എൻ്റെ അങ്കമാലി ക്ലാസ്സാണ്. ഈവൻ നിങ്ങളെയൊക്കെ കാണുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കൊച്ചു കുട്ടികളെ കണ്ടപ്പോഴാണ് അത് തോന്നിയത്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ നൃത്തം ഏത് കലയിലും ഗുരു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജാസ്മിൻ പറഞ്ഞു, ജാസ്മിൻ്റെ 4ാം വയസ്സ് എന്ന് പറയുമ്പോൾ എത്രയോ വർഷം മുമ്പ് എൻ്റെ അടുത്ത് പഠിച്ച കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എൻ്റെ ആവശ്യം ആ കുട്ടിക്ക് വേണമെന്നില്ല. ആ കുട്ടിക്ക് ഇത് തുടങ്ങിയിട്ട് മിസ്സേ തുടങ്ങി എന്ന് പറഞ്ഞൊരു ഓൺലൈനിൽ 2 ഫോട്ടോ അയച്ചാൽ കഴിഞ്ഞു. പക്ഷെ എന്നെ അത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഫിനാൻഷ്യലി ആയിക്കോട്ടെ പല രീതിയിലും കുറേ മാസങ്ങളെ പലപ്പോഴും ജാസ്മിൻ ചോദിച്ചു, ജാസ്മിൻ ഞാൻ വരണോ? ഒന്ന് എൻ്റെ ആനുവൽ ഡേ ആണ് ഏപ്രിൽ. അത് ഞങ്ങൾ ഹോൾ സ്കൂൾ കളിക്കുന്ന ഒരു സമയമാണ്. ഏതാണ്ട് 100-ൽ കൂടുതൽ കുട്ടികൾ കളിക്കുന്ന ഒരു വേദിയാണ്. അപ്പോൾ അവിടുത്തെ അതിൻ്റെ തിരക്കുണ്ട്, അതൊന്ന്. രണ്ടാമത് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഫിനാൻഷ്യൽ എന്നുള്ളതാണ്. ഇല്ല മിസ് വരാതെ ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ല, മിസ് വന്നിട്ടേ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ ഒരു മനസ്സ്, അത് എത്രത്തോളം ഇന്നത്തെ തലമുറയിലുള്ള ടീച്ചേഴ്സിനുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ വളരെ ഭാഗ്യവതിയാണ്. കാരണം ഏതാണ്ട് ഒരു 1000-ൽ കൂടുതൽ കുട്ടികൾ എൻ്റെ അടുത്ത് പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു 70% കുട്ടികളും ഇതുപോലെയുള്ള കുട്ടികളാണ്. 30% എവിടെയും നമുക്ക് ഉണ്ടാവുമല്ലോ. അവരെല്ലാം അവരുടെ ലൈഫില് സന്തോഷവും സങ്കടവും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. അങ്കമാലി പോലും നമ്മൾ ദക്ഷിണ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും പൈസയെ ബേസ് ആയിട്ടാണ് പറയുന്നത്. എന്നോട് ചോദിക്കും എത്ര വെക്കണം, പിള്ളേരെ വന്ന് ചോദിക്കാം, മിസ്സേ 100 വെച്ചാൽ മതിയോ 500 വെച്ചാൽ മതിയോ? എൻ്റെ അപ്പം പറഞ്ഞു 500 വെക്കേണ്ട, 100 വെച്ചാൽ മതി. അമ്മ പറഞ്ഞു നാണക്കേടാണ് 500 വെക്കണം. അപ്പോൾ ഞാൻ പറയും, മക്കളെ ഇതല്ല ദക്ഷിണ എന്താണ് അതിൻ്റെ മൂല്യം? നിങ്ങളെല്ലാവരും ഇന്ന് ദക്ഷിണ വയ്ക്കാൻ ഒരുങ്ങുന്നുണ്ട്. ദക്ഷിണയിൽ ആദ്യം അടങ്ങുന്നത് വെറ്റിലയാണ്.
അതിൻ്റെ മുകളിൽ ഒരു അടയ്ക്ക, അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു സ്വത്ത്. ഇത് വെറ്റില എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പച്ചപ്പിനെയാണ് സൂക്ഷിക്കുന്നത്. നമുക്കറിയാം, നമ്മൾക്ക് ഓക്സിജൻ വേണമെങ്കിൽ, ജീവൻ വായു വേണമെങ്കിൽ അത് സസ്യങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. സസ്യങ്ങളില്ലെങ്കിൽ ഇത് സാധിക്കില്ല. രണ്ടാമത് നമ്മൾ അതിൽ വെക്കുന്ന അടയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ്, ധാന്യത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് വായു കിട്ടി, ആഹാരം കിട്ടി, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്താണ്. ആ സമ്പത്തിന്റെ പ്രതീകമാണ് നമ്മൾ വയ്ക്കുന്ന ഈ ഒരു നാണയം അല്ലെങ്കിൽ ഈ ഒരു പൈസ. നമ്മളിലുള്ള എല്ലാം നമ്മൾ ഗുരുവിന് സമർപ്പിച്ചിട്ട് പറയാണ്, അങ്ങ് എനിക്ക് തിരിച്ച് എൻ്റെ ജീവിത വിജയത്തിനുള്ള അനുഗ്രഹം നൽകണം. ഇതാണ് ദക്ഷിണ വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം. ഒരിക്കലും പൈസയില്ല. അത് എനിക്ക് തോന്നുന്നു അങ്കമാലി ആയാലും UK ആയാലും ജർമ്മനി ആയാലും ഏത് രാജ്യമായാലും ഇത് ഒരു കൾച്ചറായിട്ട്, ഇത് നമ്മൾ പഠിക്കുന്ന നൃത്തത്തിൻ്റെ കൂടെ ഒരു കൾച്ചറായിട്ട് പോകുന്നതാണ് എൻ്റെ ഇഷ്ടം. ഈവൻ എല്ലാ നർത്തകിമാരുടെയും ഇഷ്ടവും. പിന്നീട് നമ്മളെ ഡാൻസ് പഠിപ്പിക്കാൻ നിന്ന് കുട്ടികളെ വിടുന്നു ക്ലാസിക്കൽ. ഒരുപക്ഷെ പലരുടെയും മനസ്സിൽ ഇത് എന്തെങ്കിലും ഒരു പാട്ട് വെച്ച് കളിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചിന്തയുണ്ടാകുന്നില്ല. പക്ഷേ നിങ്ങളുടെ കുട്ടികൾ ക്ലാസിക്കൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന 3 ഗുണങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ. നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പ് എങ്കിലും നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും കുട്ടികൾ അതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ കൂടും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, കോൺസെൻട്രേഷൻ. രണ്ടാമത് അവരിലുള്ള അവരുടെ മെമ്മറി, അതായത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ. ഞാനും വലിയ ആളുകളെയും പഠിപ്പിക്കുന്നുണ്ട്. 65 വയസ്സായവരാണ് എൻ്റെ ഏറ്റവും മുതിർന്ന സ്റ്റുഡൻറ്റ്. അവര് പ്രശസ്തയായ ഡോക്ടറാണ്. പക്ഷെ അവർ പറയും, മിസ്സേ ഒരു കാല് വെച്ച് അടുത്ത കാല് വെക്കണമെങ്കിൽ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കുട്ടികളിലേക്ക് അത് പെട്ടെന്ന് കിട്ടും. അവരുടെ മെമ്മറി വളരാനായിട്ടും ഈ ക്ലാസിക്കൽ ഡാൻസ് സഹായിക്കും. മൂന്നാമത്തെ ഗുണം കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡാൻസ് ചെയ്യുമ്പോൾ കയ്യ്, കാല്, കണ്ണ് ഇതെല്ലാം ഒന്നിച്ച് വരണം. ഇത് ഒരു കുട്ടിയിലേക്ക് വരുമ്പോൾ ആ കുട്ടി കുറച്ച് വലുതായി കഴിയുമ്പോൾ ഒരേ സമയം പലതും കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവ് ആ കുട്ടികൾക്ക് കൂടുതലായിരിക്കും. നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു പോകുന്ന കുട്ടികൾ എവിടെ പോയാലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും പല കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവും അവർക്ക് കൂടുതലാണ്. ഇത് ഇത്രയും പാരൻസിൽ 5 പേരെങ്കിലും ഇത് മനസ്സിലാക്കിയാൽ എനിക്ക് സന്തോഷമാണ്. തീർച്ചയായിട്ടും വലിയ ആളുകൾ ചിന്തിക്കും, ഇനി ഞങ്ങൾക്ക് മെമ്മറി കൂട്ടാനില്ലല്ലോ. അങ്ങനെയല്ല, നമ്മുടെ മെമ്മറി, നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു സംഗതി. ഞാൻ നേരത്തെ പറഞ്ഞ 65 വയസ്സുള്ള ഡോക്ടർ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഡോക്ടർ 1 മാസം ലീവ് എടുത്തിട്ട് ഡോക്ടറിന്റെ ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ അവൈലബിൾ അല്ല. കുഞ്ഞു കുട്ടികളായിരിക്കും, അവരോട് ചോദിച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. ആ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ആ കലയോടുള്ള ഒരു പാഷൻ അത് നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്തൊരു വേദി എന്ന് പറയുന്നത് ജാസ്മിൻ ഈ കുട്ടികളുടെ അരങ്ങേറ്റം നടത്തുന്ന ഒരു വേദിയാണ്. ഈ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ, അരങ്ങെന്ന് പറഞ്ഞാൽ സ്റ്റേജ്, ഏറ്റവും പറഞ്ഞാൽ കയറുക. അതെങ്ങനെയും കയറാം. ഈ കുട്ടികളെ വിളിച്ച് 2 സ്റ്റെപ്പ് ഇട്ടാലും അരങ്ങേറ്റമായി. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും ആ കുട്ടികൾ പഠിച്ച് 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ക്ലാസിക്കലിൻ്റെ കൃത്യമായ ശൈലിയിൽ ചെയ്യുന്ന ഒരു അരങ്ങേറ്റമാണ് എൻ്റെ സ്വപ്നം. അതിലേക്ക് ജാസ്മിൻ എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം ജാസ്മിൻ ഒരാൾ വിചാരിച്ചാൽ ഇത് നടക്കില്ല. നിങ്ങൾ പാരൻസിൻ്റെ സഹകരണം. നമ്മളൊരു നൃത്ത വിദ്യാലയം എന്ന് പറഞ്ഞാൽ അത് ഒരു ടീച്ചറിൻ്റെ ഡെഡിക്കേഷൻ, രക്ഷകർത്താക്കളുടെ സഹകരണം. രാവിലെ കൊണ്ടുവിടാൻ പറയുമ്പോഴും വൈകുന്നേരം കൊണ്ടുവിടാൻ പറയുമ്പോഴും ഒക്കെ കൊണ്ടുവിടുന്ന ആ രക്ഷകർത്താക്കൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുഞ്ഞുങ്ങൾ, അവരുടെ ഹാർഡ് വർക്ക്. ഇത് 3 കൂടി ചേർന്നാലാണ് ഒരു നൃത്ത വിദ്യാലയം സക്സസ് ആകുന്നത്. അതോടൊപ്പം നമുക്കറിയാം, നിങ്ങൾ എന്ത് ചിന്തിച്ചിട്ടാണ് കുട്ടികളെ വിടുന്നതെന്ന് എനിക്കറിയുന്നില്ല. എങ്കിലും ഞാൻ പറയുന്നു, ഇത് സമയമെടുക്കുന്ന ഒന്നാണ്. ആക്ടർ, ഡയറക്ടർ എന്നുള്ള നിലകളിൽ എല്ലാം പ്രശസ്തനായ നോറിച്ചിന്റെ സ്വന്തം വിജയന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒന്നാമത് ഞാനെന്ന് വരുന്നത് എനിക്ക് 2 പേരുടെയും ഗംഭീര പ്രസംഗം. ഇനി ഞാൻ എന്ത് പറയാനാണെന്നൊക്കെ പേടിച്ചിരിക്കും. ആ കൂട്ടത്തിലാണ് രാജീവിൻ്റെ പേരുള്ളത്. എൻ്റെ ഈ സന്തോഷകരമായ നിമിഷത്തിൽ പ്രണവം സ്കൂൾ ഓഫ് ഡാൻസിന് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് UK-യിലെങ്ങും അറിയപ്പെടുന്ന നല്ലൊരു പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു നല്ല മനുഷ്യനായി എങ്ങനെ പെരുമാറണമെന്ന് ഇത്തരം കലാശാലകളാണ് പഠിക്കുക കേട്ടൊരു പ്രസ്ഥാനമായി വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു ചെറിയ നൃത്തമാണ്.
ബിഗിനിങ് മുതൽ ഭരതനാട്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം പഠിക്കാനായിട്ടും അതിനൊക്കെ ഇൻഫോർമേഷൻ എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് വന്ന മാതാപിതാക്കൾ, അതിനേക്കാൾ ഉപരിയായിട്ട് ഒത്തിരി ആഗ്രഹത്തോടെ കടന്നു വന്ന കുഞ്ഞു മക്കൾക്കും നന്ദി പറയുന്നു.
കാര്യം തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയോടെയാണ്. നൃത്തത്തിലും അതുപോലെ പ്രാർത്ഥനയുണ്ട്. ഒരു 3 പ്രാർത്ഥനകൾ ഒന്നിച്ചാണ്. അതിലെ ആദ്യത്തെ പ്രാർത്ഥന നൃത്തത്തിൻ്റെ ദേവനായ നടരാജനെ കുറിച്ചിട്ടാണ്. നടരാജന്റെ കൈകൾ അല്ലെങ്കിൽ ശിവന്റെ കൈകൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഓരോ വസ്തുക്കളും അങ്ങയുടെ കൈകളാകുന്നു. ആംഗികം ഭുവനം യസ്യ, അങ്ങയുടെ അംഗങ്ങൾ കയ്യ് കാല് എല്ലാം ലോകത്തിലെ എല്ലാ വസ്തുക്കളുമാകുന്നു. വാചികം സർവവാഗ്മയം, അങ്ങയ്ക്ക് നൃത്തം ചെയ്യുമ്പോൾ വേണ്ട ശബ്ദങ്ങൾ, ലോകത്തിലുണ്ടാകുന്ന എല്ലാ ശബ്ദങ്ങളും അങ്ങയ്ക്ക് സംഗീതമാകുന്നു. ഒരു വെള്ളം പോകുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മഴത്തുള്ളി വീഴുന്നതാകട്ടെ, ഇതെല്ലാം നൃത്തത്തിന് സംഗീതമാണ്. ആഹാര്യം ചന്ദ്രതാരാതി, ആഹാര്യം എന്ന് പറഞ്ഞ വേഷഭൂഷാദികൾ ചന്ദ്രനും സൂര്യനും. സ്വാധികനായ ശിവനെ ഞാൻ തൊഴുതുകൊണ്ട് ആരംഭിക്കും. അതാണ് ആദ്യത്തെ ശ്ലോകം. എല്ലാവരും കൈ കൂപ്പിയിട്ട് ഒന്ന് കണ്ണടയ്ക്കുക. ഞാൻ ശ്ലോകിച്ചാൽ നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ആംഗികം ഭുവനം യസ്യ വാചികം സർവവാഗ്മയം ആഹാര്യം ചന്ദ്ര താരാദി ത്വം നമഃ സാത്വികം ശിവം. അടുത്തത് ഗുരുവിനെ പറ്റിയിട്ടാണ്. നേരത്തെ ജാസ്മിൻ പ്രസംഗിച്ചതുപോലെ കബീർദാസിന്റെ ഒരു ദോഹയുണ്ട്. ഗുരുവും ദൈവവും ഒന്നിച്ച് എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ആരെയാണ് കാണേണ്ടതെന്ന്. അപ്പോൾ കബീർദാസ് എന്നതിന് മറുപടി പറയുന്നുണ്ട്, തീർച്ചയായും ഞാൻ ഗുരുവിനെ വണങ്ങും. കാരണം ഗുരുവാണ് എനിക്ക് ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നത്. ഇവിടെ ഗുരു ബ്രഹ്മ, സൃഷ്ടിക്കുന്നയാള് ഗുരുവാണ്. ഗുരു വിഷ്ണു, സൃഷ്ടിച്ചാൽ മാത്രം പോരാ, അതിനെ പരിപാലിക്കുന്നതും ഗുരുവാണ്. ഗുരു ദേവോ മഹേശ്വര, സംഹാരരൂപിയായ മഹേശ്വരൻ. ഇവിടെ നമ്മൾ നിങ്ങളിലുള്ള ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള എന്തെങ്കിലും അതിനെ എടുത്തു കളഞ്ഞ് റിഫൈൻ ചെയ്യുന്നത് ഗുരുവാണ്. ഗുരു സാക്ഷാൽ പരബ്രഹ്മം. അതുകൊണ്ട് പരബ്രഹ്മത്തിനേക്കാൾ മുകളിലാണ് ഗുരുവിന്റെ സ്ഥാനം. അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ തൊഴുതു. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നടരാജനെയും ഗുരുവിനെയും തൊഴുതുകൊണ്ട് ഞാൻ ഇന്നൊരു വിദ്യ അല്ലെങ്കിൽ ഒരു കല അഭ്യസിക്കുകയാണ്. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത്. അടുത്തത് നമ്മൾ പറയുന്നൊരു പ്രതിജ്ഞയാണ്. മാതാപിതാക്കൾക്ക് നല്ല കുട്ടികളായിരിക്കുക, ഗുരുക്കന്മാർക്ക് നല്ല ശിഷ്യരാവുക, സമൂഹത്തിന് നല്ല വ്യക്തികളാവുക. വായുവിൽ വരയ്ക്കുന്ന മനോഹരമായ ചിത്രങ്ങളാണ് നൃത്തം. ആ നൃത്തത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു. ഞാൻ ഈ പറഞ്ഞത് ഒരുപക്ഷെ പുറകിൽ നിൽക്കുന്നവർക്ക് മാത്രമായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. പക്ഷേ ഇതൊരു സിസ്റ്റമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഡാൻസ് ക്ലാസ് ഫോളോ ചെയ്തത്. ഇതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഭൂമി ദേവിയെ നമസ്കരിക്കുക. ഭൂമിയിൽ ഇങ്ങനെ മനഃപൂർവ്വം ചവിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഭൂമിയെ നമസ്കരിക്കുന്ന ഒന്നാണ്. അതാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ പിടിക്കുക. അതായത് നമ്മുടെ എല്ലാവരും കാര്യങ്ങളെ സമപാദം പഠിപ്പിച്ച് കാല് കൂട്ടി വെച്ചിട്ട് എന്നിട്ട് കൈകൾ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ഈ ഫിംഗറും ഒന്നിച്ചു പിടിക്കും. ഇത് രണ്ടും നമ്മൾ നമ്മുടെ ചെസ്റ്റിന്റെ ഫ്രണ്ടിൽ റൈറ്റ് കാല് ലിഫ്റ്റ് ചെയ്തിട്ട് ഒച്ച പോരായിരുന്നു. ലെഫ്റ്റ് അറിയാൻ വേറൊരു വഴിയുണ്ട്. നമ്മൾ ചോറിനുള്ള കൈയില്ലേ ആ വശത്തുള്ളതാണ് റൈറ്റ്, മറ്റേതാണ് ലെഫ്റ്റ്. ഓക്കെ, എന്നിട്ട് കണ്ടിട്ട് പൂജിക്കാനായിരുന്നു. കൈ ഇങ്ങനെ ഷോൾഡർ ഇത് പൂജിക്കുന്ന
പിടിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വീഴുന്നു. ഇങ്ങനെ കൊണ്ടുപോയിട്ട് എല്ലാവരും പ്രപഞ്ചത്തെ മുഴുവൻ സാക്ഷി നിർത്തി എന്നാണ് അർത്ഥം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഭൂമിദേവിയെ തൊട്ട് നമുക്ക് ചോദിക്കുകയാണ് കേട്ടോ. അവിടെ ചവിട്ടല്ലേ, അതുകൊണ്ട് അങ്ങനെ ഇരുന്നു. എന്നിട്ട് നമ്മള് ഇങ്ങനെ തൊട്ടിട്ട് നമ്മള് എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ക്ഷമിക്കണം, ഞാൻ ചവിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നമ്മള് പിന്നീട് ഇതിങ്ങനെ ഇട്ട് തലയുടെ മുകളില് ആരായിരിക്കാം? ഗോഡ്. ഓക്കെ, ശിവനെ ദൈവം എന്നുള്ള സങ്കല്പം കേട്ടോ. നെറ്റിയുടെ അച്ഛൻ, അമ്മ, നമ്മുടെ മുമ്പിൽ. അത് ഇത്രയും ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും നൃത്തം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നൃത്തം എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്പരം റെസ്പെക്ട് ചെയ്യാനും അതിനോട് പഠിക്കുന്നു വരുന്നത്. നിങ്ങൾ എല്ലാവരും കൊണ്ട് കാല് തൊട്ട് ചോദിച്ചത് ഇതിനാണ് നമ്മൾ വിചാരിക്കില്ല. കാരണം വലിയ ആളുകളോട് ഞാൻ പറയാണ്, എൻ്റെ കാല് നിങ്ങളുടെ ഒരാൾ തൊടുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഞാൻ നിങ്ങളെ പറ്റി നല്ലത് തോന്നും. അതൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഭൂമി ദേവിയുടെ അടുത്ത് നമസ്കാരം ചെയ്യുന്നു. ഒന്നുകൂടി നോക്കാൻ വന്നു. ഇത് പഠിപ്പിച്ചിട്ടില്ല. ഫസ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ. ഇവിടെ ഏതൊരു കാര്യം കൂടിയുണ്ട്. താളം താളം ചെയ്തിട്ടാണ്. ഇതിൻ്റെ ഒപ്പമാണ് നിങ്ങൾ എല്ലാവരും കഴിയുന്നത്. ഇനി ഇതിനൊരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഇതിനെ തൊട്ട് ടീച്ചറിൻ്റെയും കാല് തൊട്ടിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പം നമ്മൾ ഓൾറെഡി ചെയ്തതുകൊണ്ട് ഇനി അത് വരുന്നു. അപ്പോൾ ഈ താളത്തിൽ ഇനി ഇതിനും ഒരു കുറെ പ്രത്യേകത. ഇതിൽ പറയും ഈ വടിയുടെ ഇവിടെ സബ്സിഡിയിരിക്കുന്നു, ഈ വടി ഒടിയാറുണ്ട്, ചിലപ്പോൾ ഒടിയാറുണ്ട്. ഇനി പൊതുവേ നമ്മൾ പറയും ഇത് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒടിഞ്ഞു പോകാൻ പാടില്ല, ചിലങ്ക കെട്ടിയാൽ ചിലങ്ക തെറിച്ചു പോകാൻ പാടില്ല. അതൊക്കെ ഒരു നല്ല ഇതായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനെ തൊട്ട് തൊഴേണ്ടത് എപ്പോഴും അത്യാവശ്യമാണ്. ഇനി ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ടീച്ചർ വെച്ചിരിക്കുന്നുണ്ടോ ടീച്ചറിൻ്റെ ഇതും തൊട്ട് ടീച്ചറിൻ്റെ കാര്യം തൊട്ടിട്ടാണ് നമ്മൾ തുടങ്ങുന്നതും തീർക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡാൻസ് അവസാനിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് ഒന്നുകൂടി ഇത് ചെയ്യാം. ഞാൻ ഇത് കൊട്ടാം. രണ്ട് മൂന്നെണ്ണം നമ്മൾ ഇങ്ങനെ കൈ പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ കുറച്ചുകൂടി നമ്മുടെ കൊച്ചുകുട്ടികൾക്കല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി നമ്മുടെ ഇവിടത്തിനൊരു സപ്പോർട്ട് വരും. ക്ലിയറായി കൈ എങ്ങനെ പിടിക്കണം? ഈ രണ്ടെണ്ണം ചേർന്ന് കൊച്ചുകുട്ടികൾക്ക് നമുക്ക് ഇത് ആവശ്യമില്ല. ഈ എന്നിട്ട് കേൾക്കാനോളെ എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതാണ് സമം. അതായത് കാല് രണ്ടും ചേർത്ത് വയ്ക്കുന്നു. എന്നിട്ട് പതുക്കെ മുന്നോട്ട് വലിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുന്നു. ഇതാണ് സമം. ഒന്ന് കാണട്ടെ. എല്ലാ കുട്ടികളും അതന്നെ നമ്മുടെ ഈ ഭാഗമില്ലേ, നമ്മൾ എന്ത് ചെയ്താലും അതെപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഏത് ഡാൻസും ക്ലാസിക്കലല്ല ഏത് ഡാൻസും ഇതിന് നേരെ ഓപ്പോസിറ്റാണ് സിനിമാറ്റിക് എന്ന് പറയുന്നത്. ഇതിൽ ചെയ്യുന്നതൊന്നും സിനിമാറ്റിക്കൽ എന്നുമാണ്. സിനിമാറ്റിക്കിലെ നമ്മളെപ്പോഴും ഏത് ഡാൻസ് ചെയ്യുമ്പോഴും പേര് പറയുന്ന നമ്മളുടെ ബോഡി ഇങ്ങനെ നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് ഈ കാലിലെ ഗുണം പറയുക. ഇങ്ങനെ നിങ്ങൾ ശീലിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു പേരുന്നില്ല. സെക്കൻഡ് പൊസിഷൻ അരൈമണ്ടി അഥവാ ഹാഫ് സീറ്റ്. ആൻഡ് ദ തേർഡ് വൺ സ്ട്രെയിറ്റ് ഫുൾ സീറ്റ്. കാലിൻ്റെ രണ്ട് ഭാഗവും ഇങ്ങനെ വിടുന്നുണ്ട്. ഇത് പോയിട്ട് ലിവർ. ഞാൻ വലിയ ആളുകളോട് പറയാൻ ഒരിക്കലും നമ്മുടെ ഇത് സ്ട്രെയിൻ കൊടുക്കരുത്. ഇതാണ് തേർഡ് പൊസിഷൻ. Again we back to second position അരൈമണ്ടി. ഒരു ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസിലെ ഏറെ സമയവും നമ്മൾ നിൽക്കുന്നത് ഈ പൊസിഷൻ. വളരെ കുറച്ച് മാത്രമാണ് ഈ പൊസിഷൻ. വളരെ കുറച്ച് മാത്രമാണ് സമയം.
എന്താന്ന് വെച്ചാൽ ഈ പൊസിഷൻ ഇരുന്ന് എഴുന്നേൽപ്പിക്കും നല്ല പ്രാക്ടീസ് ആണ്. നമ്മുടെ ഏജ് കഴിയുമ്പോഴും നമുക്ക് കാലിലേക്ക് ആ ബലത്തിൽ അപ്പോൾ കുതിര ഡാൻസിൽ ആ സെക്കൻഡ് പൊസിഷനാണ് കൂടുതൽ. അതായത് തട്ടിക്കുന്നല്ലോ നമുക്കൊന്ന് കുറച്ച് വരെ വെച്ചാൽ കുറച്ച് വരെ ഒന്നിക്കാമോ?